പിന്റോ റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ സ്വത്ത്, അത് വസ്തുവാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം, പണം, സ്വർണം, അങ്ങനെ എന്തെങ്കിലും. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിൽ നിന്നും ഏതെങ്കിലും വിധേന തട്ടിയെടുത്തവർ, നിങ്ങൾക്കുണ്ടാക്കിയ നഷ്ടത്തിന് എന്ത് തിരിച്ചടിയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ സമ്പത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന വിഷയമാണ്. നിങ്ങളുടെ സ്വത്തോ സമ്പാദ്യമോ സ്വർണമോ നിങ്ങളിൽ നിന്നും ഏതെങ്കിലും വിധേന തട്ടിയെടുത്തവർ. ഡെവിൾ കാർഡാണ് നമുക്ക് ആദ്യം തന്നെ ലഭിച്ചിരിക്കുന്നത്. എന്ത് തിരിച്ചടിയാണ് പ്രപഞ്ചത്തിൽ നിന്ന് ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്നത്? നിങ്ങളിൽ നിന്നും അവർ തട്ടിയെടുത്ത ആ സമ്പത്ത് നിങ്ങളിലേക്ക് പ്രപഞ്ചം തിരികെ എത്തിക്കുന്നു. ഈ വിഷയത്തിലാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. ഒരു കാർഡ് എടുക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡബിൾ കാർഡ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, വേൾഡ് കാർഡ്, ടെമ്പറൻസ്, 3 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൺസ്, 7 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, 10 ഓഫ് പെന്റക്കിൾസ്, 2 ഓഫ് കപ്സ്. ഈ സ്പ്രെഡിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടത്, അത് സ്വർണമോ സ്വത്തോ എന്തുമായിക്കൊള്ളട്ടെ, അത് ചതിയിലൂടെയും തന്ത്രങ്ങളിലൂടെയും ആരോ കവർന്നെടുത്തിരിക്കുന്നു. 7 ഓഫ് സോർഡ്സ് എന്ന ഈ കാർഡ് കാണിക്കുന്ന ഏറ്റവും വലിയൊരു സൂചനയാണ് തന്ത്രപരമായ ചതി. ആ ട്രിക്കറി അത് നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ കള്ളത്തരത്തിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അവർ ഇപ്പോൾ അനുഭവിക്കുന്നതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങൾ നമുക്ക് യൂണിവേഴ്സ് കൃത്യമായിട്ട് ഈ കാർഡുകളിലൂടെ കാണിച്ചു നൽകിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഇവിടെ നമുക്ക് ജമ്പറായിട്ട് വന്നിരിക്കുന്നത് ഡബിൾ കാർഡാണ്. അത് കാണിക്കുന്നത് അവരുടെ ഉള്ളിലെ കടുത്ത ആസക്തിയെ പറ്റിയാണ്. ആർത്തിയെയും അത്യാഗ്രഹത്തെയും കുറിച്ചിട്ടുള്ള ഒരു സൂചനയാണ് ഈ ഡെവിൾ കാർഡ് നൽകുന്നത്. അവർ നിങ്ങളിൽ നിന്ന് എടുത്തതല്ല, അവരുടെ ഉള്ളിൽ ഒരു തീ പോലെ പടരുകയാണിപ്പോൾ. എളുപ്പവഴിയിലൂടെ എല്ലാം നേടണമെന്ന ചിന്ത അവരെ ക്രമേണ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സമാധാനമോ സന്തോഷമോ ഒന്നും കിട്ടില്ല. കാരണം അനീതിയിലൂടെ നേടിയത് എത്ര വലുതാണെങ്കിലും അത് ഉള്ളിൽ വലിയൊരു ശൂന്യത മാത്രമേ ബാക്കി നിർത്തൂ. അവർ ഇപ്പോൾ ഒരു കെണിയിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അവർ തന്നെ അവരുടെ ആർത്തി കൊണ്ടുണ്ടാക്കിയ കെണിയിലാണ് അവർ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഏസ് ഓഫ് കോയിൻസ്, അതായത് ഏസ് ഓഫ് പെന്റക്കിൾസ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 10 ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. അതായത് ഏസ് എന്ന് പറഞ്ഞാൽ ആദ്യവും അന്ത്യമാണ് ഈ 10 ഓഫ് ടെൻസ് വരുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസും 10 ഓഫ് പെന്റക്കിൾസും എന്ന് പറഞ്ഞാൽ ആദ്യത്തെയും അന്ത്യത്തെയുമാണ് കാണിക്കുന്നത്. ഇതൊരു അടയാളമാണ്. ഇതിനർത്ഥം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയൊരു സമ്പത്ത്, നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ആ ചതി ചെയ്തവർക്ക് അത് ആസ്വദിക്കാനുള്ള യോഗം പോലും ഉണ്ടാവില്ല. നിങ്ങളിൽ നിന്ന് അവർ എന്താണോ കവർന്നെടുത്തത് അത് അവർക്ക് ഗുണത്തിൽപ്പെടില്ല എന്നർത്ഥം. അവർക്ക് ലഭിച്ചത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു പൂർണ്ണതയാണ്. അതാണ് ഈ വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നത്, ഒരു ഹോൾനെസ്. നിങ്ങളുടെ ജീവിതം വീണ്ടും ഒരു ബാലൻസിലേക്ക്, ടെമ്പറൻസ് കാർഡ് പറയുന്ന ആ ഒരു ബാലൻസിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കാൻ വേണ്ടി പോവുകയാണ്. നഷ്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് നിവർന്നു നിൽക്കാൻ പോകുന്ന ഒരു കാലഘട്ടം നിങ്ങളെ തേടി വരാനിരിക്കുന്നു. ഇവിടെ നമുക്ക് 3 ഓഫ് കപ്സും അതുപോലെ തന്നെ അലൈൻഡ് ആയിട്ട് 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കയ്യിൽ നിന്നും എന്താണോ അപഹരിക്കപ്പെട്ടത് അതിനേക്കാൾ വലിയ സ്നേഹവും ഐക്യവും നിങ്ങൾക്ക് ലഭിക്കും. ആ വ്യക്തി
പഴയ തന്ത്രങ്ങളുമായി നടക്കുമ്പോൾ നിങ്ങൾ പുതിയൊരു ഉയർച്ചയിലേക്കാണ് നടന്നു കയറുന്നത് എന്നാണ്. അതായത് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിലും നല്ല ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ടിങ്ങും അതുപോലെ എല്ലാവരുടെയും സഹകരണവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരു സുരക്ഷിത വലയത്തിനുള്ളിലാണ് നിൽക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ കിങ് ഓഫ് വാൺസിന്റെ എനർജി, കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് നല്ല ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെയുള്ള വ്യക്തിയാണ്. ആ ഊർജ്ജം നിങ്ങൾക്കുണ്ട്. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത്രയും ധൈര്യത്തോടെ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ സൗഭാഗ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ കരുത്തും ആത്മാഭിമാനവും ആർക്കും മോഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് കഴിയുകയുമില്ല. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, അത് ക്ഷമയാണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്ന് പറയുന്നത് പോലെ ക്ഷമയോടുകൂടി പേഷ്യന്റ് ആയിട്ട് നിങ്ങൾ ഇരുന്നാൽ എല്ലാം നിങ്ങൾക്ക് പഴയതിനേക്കാളും ഗാംഭീര്യത്തോടെ ഭംഗിയോടെ സൗഭാഗ്യത്തോടു കൂടി നിങ്ങൾക്ക് ലഭിക്കും. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ശരിയാക്കി എടുക്കാനായിട്ട് അല്ലെ പഴയ പോലെ ആവണമെന്നില്ല. പക്ഷെ ഓരോ ദിവസവും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരികയും പടിപടിയായിട്ട് നിങ്ങൾ സമൃദ്ധിയിലേക്ക് നടന്നു കയറുകയും ചെയ്യും എന്നാണ് ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. അവർ ചെയ്ത തെറ്റിന് യൂണിവേഴ്സ് തന്നെ അവർക്ക് മറുപടി നൽകും. നിങ്ങൾ അവരോട് പ്രതികാരം ചെയ്യാനോ ഒന്നിനും അതിനെപ്പറ്റി ചിന്തിച്ചു പോലും സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു വിഷയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതൊന്നും വേണ്ട. നിങ്ങൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മാത്രം ഇരുന്നാൽ മതി എന്നല്ല പറയുന്നത്. നമുക്കൊരു തരത്തിലും വീണ്ടെടുക്കാൻ പറ്റാതെ ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് കൂടെ നിന്ന് നമ്മളിൽ നിന്ന് അപഹരിച്ചെടുത്ത കാര്യങ്ങളായിരിക്കാം. സ്വർണം, നിങ്ങൾ സ്വരുക്കൂട്ടിയെടുത്ത സ്വർണം, നിങ്ങളുടെ ഒരു സ്വത്ത്, ഒരു സുരക്ഷിതത്വമായിരുന്ന ആ സ്വർണമായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഇൻലോസോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളികളോ അല്ലെങ്കിൽ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളിൽ നിന്ന് വാങ്ങിയെടുത്ത് കളഞ്ഞിട്ടുണ്ടാവാം. ദുരുദ്ദേശപരമായിരുന്നിരിക്കാം. പക്ഷെ ബന്ധങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവരോടൊന്നും ഒരു കണക്ക് ചോദിക്കാനോ ഒരു കേസ് കൊടുക്കാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോഴുള്ളത്. അങ്ങനെയുള്ള ആ ഒരു മാർഗം സ്വീകരിക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങളിലൊക്കെ നമ്മൾ പെടാറില്ലേ. അതുപോലെയുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടോ അവരിൽ നിന്നത് വാങ്ങിയെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു അവസ്ഥ, ഒരു നിസ്സഹായ അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതികാരത്തെ കുറിച്ച് ചിന്തിച്ച് സമയം കളയേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയോട് വെറുപ്പ് സൂക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി ഓരോ ദിവസവും നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കുണ്ടായ നഷ്ടം വലിയൊരു നേട്ടത്തിന്റെ ആരംഭമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആർക്കും നിങ്ങളുടെ സമാധാനം എന്തായാലും മോഷ്ടിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾക്ക് നിലവിലുണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളും ഇനി വലിയൊരു സമൃദ്ധി നിങ്ങളിലേക്ക് വരുമ്പോൾ, വലിയൊരു വിജയം നിങ്ങളിലേക്ക് വരുമ്പോൾ അത് ഉണക്കി, ആ മുറിവ് ഉണക്കാൻ വേണ്ടി പ്രാപ്തമാകുന്ന തരത്തിലുള്ള വിജയമായിരിക്കും അത്. അതെല്ലാം, ആ വിഷമങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പൊയ്ക്കോളും എന്ന് തന്നെയാണ് ഈ കാർഡുകളിലൂടെ യൂണിവേഴ്സ് നമ്മളോട് ഉറപ്പായിട്ടും പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഹൈറോഫന്റ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന വിഷമഘട്ടം അത് വെറും ഒരു നഷ്ടം മാത്രമല്ല, ഇത് ജീവിതത്തിന്റെ ഒരു വലിയ പാഠം കൂടിയാണ് എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിൽ നിന്ന് പറയുന്നത്. ഇതൊരു മെന്ററാണ്. ഈ സാഹചര്യങ്ങൾ നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതാണ്. ആ ചതിയിലൂടെ, നിങ്ങൾ നേരിട്ട ചതിയിലൂടെ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നും എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. സത്യം എപ്പോഴും സൂര്യപ്രകാശം പോലെ പുറത്തു വരും. അതിനായി ട്രഡീഷണൽ ആയിട്ടുള്ള ശരിയായ വഴികൾ, വ്യവസ്ഥാപിതമായ വഴികളിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. കുറുക്കു വഴികൾ തേടിപ്പോയവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ആത്മാഭിമാനമാണ്. നമ്മൾ ചിലപ്പോൾ കുറുക്കു വഴികൾ തേടിപ്പോയിട്ടുണ്ടാവാം. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കുറുക്കു വഴി സ്വീകരിച്ചതിന്റെ ഫലമായിട്ടായിരിക്കാം നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു തെറ്റ് നമുക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവാം. അവർ വിശ്വസിച്ചതായിരിക്കാം അത്. എന്ത് തന്നെയും ആയിക്കോട്ടെ, ഇനി നഷ്ടത്തെ പറ്റി ഓർത്ത്, മറിഞ്ഞുപോയ കപ്പുകളെ പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അതാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. നമുക്കൊരു ഒറാക്കിൾ കാർഡ് കൂടി എടുക്കാം. നമ്മൾ ചോദിച്ച ചോദ്യം എന്ത് തന്നെ ആയാലും അതിലേക്ക് നമ്മൾ വരികയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർണവും പണവും സ്വത്തും തിരികെ ലഭിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോ ഈ നഷ്ടങ്ങളെല്ലാം ഒരു പാഠമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതാണെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ച ആ നഷ്ടങ്ങൾ അതേപടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ട് എത്തിക്കുമോ എന്ന ഒരു സന്ദേശമാണ്, എന്നൊരു ചോദ്യമാണ് നമ്മൾ യൂണിവേഴ്സിനോട് ആദ്യമായിട്ട് ചോദിച്ചത്.
അതിൽ നിന്നും നഷ്ടപ്പെട്ടത് ഒരു ചെറിയ ഭാഗം മാത്രമാണെങ്കിലും ഒരുപാട് സൗഭാഗ്യങ്ങൾ വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 10 ഓഫ് കോയിൻസും ഏസ് ഓഫ് കോയിൻസും വന്നിരിക്കുന്നത് പണത്തെയും സമ്പത്തിനെയും കുറിക്കുന്ന ഏറ്റവും ശക്തമായ കാർഡുകളായിട്ടാണ്. 10 ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പൂർവിക സ്വത്തോ ദീർഘകാലത്തെ സമ്പാദ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട വലിയൊരു ഭാഗ്യമോ തിരികെ വരുമെന്നാണ്. അപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർണം അല്ലെങ്കിൽ ഒരു ആഭരണം അത് തന്നെ ആയിട്ടായിരിക്കണമെന്നില്ല തിരിച്ചു വരുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സ്വത്ത് അതേ സ്വത്ത് തന്നെ ആവണമെന്നില്ല തിരിച്ചു വരുന്നത്. നിങ്ങളിലേക്ക് അതിന് പകരം അതിലും വലുത് വരുന്നത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് നഷ്ടപ്പെട്ട അതേ രീതിയിൽ തന്നെ തിരിച്ചു വരണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സമൃദ്ധി ആ നഷ്ടത്തെ നികത്തുന്നതിലും വലുതായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പരീക്ഷണകാലം ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. ആ സമ്പത്ത് കൈവശം വെക്കാൻ അർഹതയില്ലാത്തവർ അത് കൊണ്ടുപോയപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു അവസരം ഒരുക്കി തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ തുടക്കമാണ്. ഡെവിൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താണോ തട്ടിയെടുത്തത് അതിനുശേഷം അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഏസ് ഓഫ് പെന്റക്കിൾസ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഒരു പുതിയ തുടക്കത്തിന്റെ ചിഹ്നമാണിത്. വലിയ സാമ്പത്തിക ഉയർച്ച എന്തായാലും നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നൽകുന്ന ഉത്തരം. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടത്, നിങ്ങളെ ചതിച്ചവർക്ക് യൂണിവേഴ്സ് തിരിച്ചടി നൽകുമോ? ഇവിടെയാണ് ഡെവിളും അതുപോലെ തന്നെ 7 ഓഫ് സോഡ്സും ശക്തമായിട്ട് സംസാരിക്കുന്നത്. അവർ ചെയ്ത ചതിക്ക് അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു താൽക്കാലിക ലാഭമായിരിക്കും അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ആ പണം കൊണ്ട് അവർക്ക് സമാധാനം കിട്ടില്ല. ആ പണം അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തും. ഡെവിൾ കാർഡ് വ്യക്തമാക്കുന്നത് അവരിപ്പോൾ അവർ ചെയ്ത പ്രവൃത്തിയുടെ ആസക്തിയിലും ഭയത്തിലും അകപ്പെട്ടിരിക്കുകയാണെന്നാണ്. അവർക്കിപ്പോൾ കിട്ടിയ പണം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എപ്പോഴാണോ അവർ നേടിയെടുത്ത ആ പണം അവരുടെ നാശത്തിന്റെ തുടക്കമായിരുന്നു. യൂണിവേഴ്സിന്റെ നിയമം അനുസരിച്ച് മറ്റൊരാളുടെ വിയർപ്പും അധ്വാനവും തട്ടിയെടുക്കുന്നവർക്ക് അത് അധികകാലം കൈവശം വയ്ക്കാൻ കഴിയില്ല. അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം വെറും മുഖംമൂടി മാത്രമാണ്. ഉള്ളിൽ അവർ ഒരു വലിയ ഭയത്തിലാണ്. യൂണിവേഴ്സ് ഇതിനകം തന്നെ അവരുടെ കർമ്മഫലത്തിന്റെ ചക്രം തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഇനി ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. കാരണം അവർ അനുഭവിക്കാൻ പോകുന്ന മാനസികവും സാമ്പത്തികവുമായ തകർച്ച നിങ്ങൾക്കുണ്ടായതിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്തായാലും ഒരു നഷ്ടം വന്നു. ആ നഷ്ടം നികത്തുന്ന അതിലും 10 ഇരട്ടി ഒരു 10 സൗഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് എന്ന് പറയുന്നു. ആ സൗഭാഗ്യം അവർക്കൊരു നാശമുണ്ടായത് കൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോഴായിരിക്കും അതുണ്ടാവുക. അതിനെ സംബന്ധിച്ച് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചന? അതായത് നിങ്ങളിലേക്ക് സൗഭാഗ്യം വരുന്നതിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് എന്താണ് പറയുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒറാക്കിൾ കാർഡാണ് നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. ട്രസ്റ്റിംഗ്, ട്രൂത്ത്, ലിവ് ഫോർ ലവ്, ആപ്ലിക്കേഷൻ. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒറാക്കിൾ കാർഡ്സ് നിങ്ങൾ അനുഭവിച്ച ഈ കടുത്ത വേദനയിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കാൻ, നിങ്ങളുടെ മനസ്സിനെ വീണ്ടും ശാന്തമാക്കാനായിട്ട് വളരെ അർത്ഥവത്തായ വഴികളാണ് കാണിച്ചു തരുന്നത്. ട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് വിശ്വാസം. എന്ത് സംഭവിച്ചാലും യൂണിവേഴ്സിന്റെ തീരുമാനത്തിൽ വിശ്വസിക്കാനാണ് ഈ കാർഡ് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള സ്നേഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരു ഉന്നത ശക്തിയിൽ, അത് യൂണിവേഴ്സ് ആകാം, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത്, ഏതൊരു ശക്തിയാണോ പ്രാർത്ഥിക്കുന്നത് അതിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ അനാവശ്യമായ ഡ്രാമാസ് ഒഴിവാക്കാനും ആത്മശക്തി വർദ്ധിപ്പിക്കാനും സാധിക്കും. മുന്നോട്ട് പോകാൻ സാധിക്കും. ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ദൈവികമായ ശബ്ദത്തിന് കാതോർക്കാനാണ് ഈ കാർഡ്, ട്രൂത്ത് കാർഡ് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് എന്നും വിജയിക്കും. ചതിക്ക് സത്യത്തിന് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, സത്യത്തിനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യങ്ങളുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കും. ഉത്തരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഇപ്പോൾ ഉള്ളിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാം കൂടി നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, വേദനകളും വിഷമങ്ങളും എല്ലാം. അതിന്റെ നിയന്ത്രണം ഒന്ന് അയക്കുമ്പോൾ, ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങളുമായി യോജിപ്പിലിരിക്കുന്നതിലൂടെ ഈ സത്യം നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. അതുപോലെ ലിവ് ഫോർ ലവ്,
സ്നേഹത്തിനായിട്ട് ജീവിക്കാനാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സ്നേഹം നിറയ്ക്കുക. നമുക്ക് ഒരു ദിവസം ലോട്ടറി അടിച്ചിട്ടാവണമെന്നില്ല പണവും സമ്പത്തും ഒക്കെ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തികൾ, അതൊരു ചെറിയ പ്രവൃത്തി ആയിക്കോട്ടെ, ആ പ്രവൃത്തിയിലും നമ്മുടെ പൂർണ്ണമായ സ്നേഹവും കരുതലും എല്ലാം അർപ്പിച്ച് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുക. ഹൃദയത്തിന്റെ ഒരു സ്പർശം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം. നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹത്തിന്റെ ശക്തിക്കായിട്ട് തുറന്നു കൊടുക്കുകയും ദയയോടും ആർദ്രതയോടും കൂടി സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. ഇത് നിങ്ങളെയും മറ്റുള്ളവരെയും അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ ഒരു ഹയർ സെൽഫിനെ ഒരുപോലെ സ്നേഹിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. യൂണിവേഴ്സിൽ വിശ്വസിച്ച് യൂണിവേഴ്സിനോട് പൊരുത്തപ്പെട്ട് അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി വളരെ ലൈവാക്കി വെക്കുക, നല്ല നൈർമല്യത്തോടു കൂടി ഇരിക്കുക എന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ആത്മീയ യാത്രയിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ. അതായത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ ആക്കുക, നമ്മൾ ഒരു കാര്യം പ്രയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ ലൈഫിൽ ഈ ഉണ്ടായ ചതികളും നഷ്ടങ്ങളും എല്ലാം ഒരു പാഠമായിരുന്നു. യൂണിവേഴ്സ് നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച് നൽകിയ പാഠമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പാഠങ്ങളെ നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരിക, അതിന് അപ്ലൈ ചെയ്യുക. പഠിച്ചിട്ട് അവിടെ കളഞ്ഞിട്ട് പോവുകയല്ല വേണ്ടത്. നിങ്ങൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്, നിങ്ങളുടെ ബന്ധങ്ങളിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആരെയൊക്കെ വിശ്വസിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലായിടത്തും നിങ്ങൾ ഇടപെടുന്ന എല്ലായിടത്തും സ്നേഹത്തോടെയും കരുതലോടെയും ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ ഒരു വെളിച്ചം കൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നയിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ എന്ത് കാര്യവും വളരെ താല്പര്യത്തോടുകൂടി, നമ്മളൊരു കാര്യം താല്പര്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടും. ആ കാര്യം നമ്മളിലേക്ക്, യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതിതീവ്രമായ താല്പര്യമാണെങ്കിൽ, പൗലോ കൊയ്ലോയുടെ വാക്കുകൾ പോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അതെത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും. അതിതീവ്രമായി മനസ്സ് തുറന്ന സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി സത്യസന്ധമായി കാര്യങ്ങൾ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന നഷ്ടങ്ങൾ ഒരു ചെറിയ ശതമാനം മാത്രമായി മാറുകയും വൻപിച്ച ഒരു അബണ്ടൻസ്, സമൃദ്ധി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഹൈപ്പും എല്ലാം ചെയ്യണം. നമ്മുടെ ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ ചാനലിന്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.